ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു മുന്നേ. അപ്പോൾ ആളുകൾക്കെല്ലാം കൺഫ്യൂഷനായി. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമ്മൾ വിസിറ്റ് വിസ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല ഫൈന് കിട്ടുന്ന ഒരു വിഷയമാണ് ഈ വിസിറ്റിംഗ് വിസ. അത് ഇതിൻ്റെ മുന്നേ എൻ്റെ ഒരു സുഹൃത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് വിശ്വസിക്കാൻ വലിയൊരു ബുദ്ധിമുട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കുവൈത്തിലുള്ളത് ഒന്ന് വിസിറ്റ് വിസ, ഒന്ന് ടൂറിസ്റ്റ് വിസ. അതിൽ ടൂറിസ്റ്റ് വിസയിൽ നമുക്ക് 3 മാസമാണ് കുവൈത്തിൽ നിൽക്കാൻ പറ്റുക. വിസിറ്റ് വിസയിൽ നമുക്ക് 1 മാസമാണ് കുവൈത്തിൽ നിൽക്കാൻ പറ്റുക. ഈ 2 തരം വിസ, ഒന്ന് സിയാഹ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് വിസ, അതുപോലെ തന്നെ സിയാറ എന്ന് പറഞ്ഞാൽ വിസിറ്റ് വിസ. അപ്പോൾ ഈ സിയാറ വിസയാണ് ഇപ്പോൾ നിലവിൽ കുവൈത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അത് 2022 എൻ്റെ സുഹൃത്തിന് സിയാറ വിസയാണ് കിട്ടിയത്. അവൻ എന്ത് ചെയ്തു? അവൻ സാധാരണ നമ്മൾ ആ സമയത്തൊക്കെ കിട്ടിയിരുന്നത് 3 മാസത്തേക്കായിരുന്നു വിസ കിട്ടിയിരുന്നത്. അപ്പോൾ അവൻ വിചാരിച്ചു 3 മാസത്തേക്കാണെന്ന് വിചാരിച്ചു. ഫാമിലിനെ കൊണ്ടുവന്നു, വൈഫും മകളുമായിരുന്നു, കൊണ്ടുവന്നു. അങ്ങനെ ഇവിടുന്ന് പിന്നെ അവൻ എന്ത് ചെയ്തില്ല, ഇതിലെ ഡേറ്റ് 1 മാസമേ ഇതിൽ ഡേറ്റ് ഉള്ളൂ എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. 3 മാസത്തേക്കാണെന്ന് കരുതി കുറച്ചും കൂടിയും 1 മാസത്തിന് ശേഷവും കുവൈത്തിൽ നിന്നു. അതിനുശേഷം നാട്ടിൽ പോകുമ്പോൾ എയർപോർട്ടിൽ നിന്നും 1000 ദിനാർ ഫൈന് കിട്ടി. അതിന് ശേഷമാണ് അന്നാണ് അവനെന്ത് ചെയ്തത്, ശരിക്കും അന്താളിച്ച് പോയത്. കാരണം ഇത്രയും ഫൈന് എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയത് 1 മാസത്തെ സിയാറ വിസയാണ്, സിയാഹ അല്ല, സിയാറ വിസയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഫൈന്. കാരണം വെച്ചാൽ സിയാറ വിസയിൽ ഓരോ ദിവസവും കഴിയും തോറും 10 ദിനാറാണ് ഫൈന്. ഒരു ദിവസത്തേക്ക് 10 ദിനാറാണ് സിയാറ വിസക്ക് ഫൈന്. സിയാഹ വിസക്ക് നമുക്ക് 2 ദിനാറേ ഫൈനുള്ളൂ. അവർ നിന്നത് 80 ദിവസമാണ്. 1 മാസം അവർക്ക് കിട്ടിയ സിയാറ വിസയുടെ കാലാവധിയും അതിൻ്റെ പുറമെ 50 ദിവസമാണ് അവർ നിന്നത്. അപ്പോൾ 2 പേർക്കും കൂടി 10 ദിനാർ വെച്ചിട്ട് ഫൈന് 1000 ദിനാറാണ് എയർപോർട്ടിൽ അവർ കെട്ടിയത്. ഇപ്പോൾ ഒരു പൈസ ഇല്ലാത്ത, നമ്മുടെ കൈമിൽ പൈസ ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ പെട്ടതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും പ്രയാസത്തിലായിപ്പോയി. അവരെ ഒരു മിസ്റ്റേക്കാണ്, അവരത് സമ്മതിക്കുന്നു, അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ആ സമയത്തൊക്കെ 3 മാസമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അവർ ആ ഒരു എന്താ പറയുക, ഡേറ്റ് നോക്കാതെ അങ്ങനെ കുവൈത്തിൽ നിന്നു 3 മാസം എന്നുള്ള രീതിയിൽ. 10 ദിവസം മുന്നേ അവർ ടിക്കറ്റ് കൊടുത്തു, 3 മാസത്തിൻ്റെ മുന്നേ. പക്ഷേ നടന്നില്ല. അപ്പം 3 മാസത്തെ വിസയാണെന്ന് കരുതി 80 ദിവസം നിന്നു, 1000 ദിനാർ ഫൈൻ അടച്ച് നാട്ടിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് വിസിറ്റിംഗ് വിസ എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലെ ഡേറ്റ്. അത് ഇപ്പോൾ നിലവിൽ 1 മാസത്തേക്കാണ് കൊടുക്കുന്നത്. ഇനി 3 മാസം കൊടുത്തുകൂടായില്ല. ചിലപ്പോൾ 3 മാസം കിട്ടിയേക്കാം, ചിലപ്പോൾ 1 മാസം കിട്ടിയേക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 1 മാസം കഴിഞ്ഞാൽ 10 ദിനാറാണ് ഫൈന്. 3 മാസത്തേക്കുള്ള വിസ കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 ദിനാറാണ് ഫൈന് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട, ഇതാണ് കുവൈത്തിലെ നിയമം. ഈ നിയമമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.